അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്യാനാണ്. ക്യാൻ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം. ക്യാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കഴിയും എന്നാണ്. ഐ ക്യാൻ പ്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കളിക്കാനും കഴിയും. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താനും കഴിയും. ഐ ക്യാൻ റൺ, എനിക്ക് ഓടാനും കഴിയും. ഇതിൻ്റെ പാസ്റ്റാണ് കുഡ്. കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു, കഴിയുമായിരുന്നു എന്നാണ് എന്ത് ചെയ്യുക അവിടെ പറയാം. അപ്പോൾ ഐ കുഡ് വിൻ, എനിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് റൺ, എനിക്ക് ഓടാൻ കഴിയുമായിരുന്നു. അപ്പോൾ കുഡിൻ്റെ മീനിങ് കിട്ടിയോ? ദെൻ അടുത്തതാണ് മെയ്. മെയ് എന്ന് പറഞ്ഞാൽ സാധ്യതക്കാണ് എന്ത് വിളിക്കുക? മെയ്. ഓക്കെ. ഇറ്റ് മെയ് റെയിൻ, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹീ മെയ് കം, അവൻ വരാനുള്ള സാധ്യതയുണ്ട്. ഷീ മെയ് ഗോ, അവൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെയ്ൻ്റെ അർത്ഥം കിട്ടിയോ? അതാണ് മെയ് എന്ന് പറയുന്നത്. മെയ് എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്. മൈറ്റ് എന്ന് പറഞ്ഞാൽ വിദൂരമായ സാധ്യത, നടക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് മൈറ്റ്. ഹീ മൈറ്റ് ഗവ്, അവൻ ചിലപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? പോവുകയുള്ളൂ. ഷീ മൈറ്റ് വിൻ, അവൾ ചിലപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ജയിക്കുള്ളൂ. കിട്ടിയോ? അതാണ് നടക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? മൈറ്റ് ഉപയോഗിക്കുക. അർത്ഥം കൃത്യമായിട്ട് എഴുതിയേക്കണം കേട്ടോ. അടുത്തതാണ് മസ്റ്റ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. യു മസ്റ്റ് കം, യു മസ്റ്റ് കം, നീ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? വരണം. യു മസ്റ്റ്, മസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അപ്പോൾ മസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. മസ്റ്റിൻ്റെ മീനിങ് എന്താണ്? തീർച്ചയായും എന്നാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ കിട്ടിയോ? മസ്റ്റ് എന്താ മനസ്സിലായില്ലേ? ദെൻ യു മൈറ്റ് മസ്റ്റ്. അടുത്തതാണ് ഓട്ട്. ഓട്ട് എന്ന് പറഞ്ഞാൽ ബാധ്യതയുണ്ട്. ഓട്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ യു ഓട്ട് ടു ഒബേ യുവർ പാരൻസ്. കിട്ടിയാ? അപ്പോൾ അവിടെ ഓട്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബാധ്യതയുണ്ട്. ഒബേ, അനുസരിക്കാൻ. യുവർ പാരൻസ്, നിങ്ങളുടെ പാരൻസിനെ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഓട്ട് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക. യു ഓട്ട് ടു ഒബേ യുവർ പാരൻസ്. അപ്പോൾ ഓട്ട് എന്നുള്ളതിന് മീനിങ് എന്താണ്? ബാധ്യതയുണ്ട്. ദെൻ അടുത്തതാണ് നീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓട്ടിൻ്റെ കൂടെ എപ്പോഴും എന്ത് ചേർക്കും? ടു ചേർക്കും. ഓട്ടിൻ്റെ കൂടെ എപ്പോഴും എന്ത് ചേർക്കും? ടു ചേർക്കും. ദെൻ നീഡ്. ഐ നീഡ് ടു കം, എനിക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു കം എന്ന് പറയുന്നത്. അപ്പോൾ ഐ നീഡ് ടു കം, എനിക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പം നീഡിന് ശേഷവും എപ്പോഴും എന്ത് ചേർക്കും? ടു ചേർക്കും. ദെൻ അടുത്തതാണ് ഡെയർ. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക. ഡെയറിൻ്റെ മീനിങ് എന്താണ്? ധൈര്യപ്പെടുക. ഐ ഡെയർ ടു സേ. കണ്ടോ? ഡെയറിന് ശേഷവും എന്ത് ചേർക്കണം? ടു ചേർക്കണം. ഐ ഡെയർ ടു സേ, എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. ഐ ഡെയർ ടു ഗോ, എനിക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. ഇതാണ് ഓക്സിലറി വേർബ്സ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ. ഇനി ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യുക? ചോദിക്കുക. ഇതാണ് ഓക്സിലറി വേർബ് എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത്. ദെൻ ഇനി അടുത്തത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവൻ കളിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ കളിക്കുന്നു, അവൻ എന്നുള്ളതിന് പകരം ഹി അല്ലേ? കളിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ പ്ലെയിൻ്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർക്കണം.
അതായത് പ്രസൻറ്റ് ടെൻസ് ആണ് എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രസൻറ്റ്. നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടാവൂലേ, അതായത് നമ്മൾ ഇപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടാവൂലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? പാസ്റ്റ്. വരാൻ പോകുന്ന കാര്യങ്ങളുണ്ടാവൂലേ, നാളെ നമുക്ക് കളിക്കാൻ പോകാം, അപ്പോൾ നാളെയല്ലേ, വരാൻ പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫ്യൂച്ചർ. അപ്പോൾ പറഞ്ഞതാണ് പ്രസൻറ്റ് ടെൻസിൽ ഹീ അതുപോലെ ഷീ അതുപോലെ ഇറ്റ്, ഇതിൻ്റെ കൂടെ വരുന്ന വേർബിൻ്റെ കൂടെ എന്ത് ചേർക്കണം? യെസ് ചേർക്കണം. ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ വരുന്ന വേർബിൻ്റെ കൂടെ എന്ത് ചേർക്കണം? യെസ് ചേർക്കണം. ഏത് ടെൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത്? പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ ചോദിക്കും. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് അവൻ കളിക്കുന്നു, അവൾ നീന്തുന്നു, പിന്നെ ഞാൻ ഓടുന്നു. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ, ഐ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മതി? കമ്മ് മതി. പക്ഷേ ഷീ എന്നാണെങ്കിൽ എന്ത് വേണം? ഷീ കംസ് എന്ന് പറയണം. ഞാൻ വരുന്നു എന്നുള്ളതിന് ഐ കമ്മ് മതി. കാരണം ഹീ ഷീ ഇറ്റ് എന്നിവയുടെ കൂടെ വരുന്ന വേർബിൻ്റെ കൂടെ എപ്പോഴും എന്ത് ചേർക്കണം എന്നാണ് പറയണത്? യെസ് ചേർക്കണം. മനസ്സിലായല്ലോ? ദെൻ ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ചില ആൾക്കാർ ഇപ്പോൾ പിന്നെ ആ ഇംഗ്ലീഷിൽ പിന്നെ അത് ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എഴുത്തിൽ അത് പ്രകടമായിട്ട് നമ്മൾ തെറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഐ എഴുതി ഐ വാക്കിംഗ്, ഇങ്ങനെ എഴുതാൻ പാടില്ല, തെറ്റാണ്. എന്താണ് കാരണം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എൻ ജി കണ്ടങ്ങൾ, ഐ എൻ ജി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഓക്സിലറി വേർബ് വരണം. എന്ന് പറഞ്ഞാൽ ഐ ആം വാക്കിംഗ് ആണ് എന്ത് ചെയ്യുക? പറയുക. ഐ ആം വാക്കിംഗ് ആണ് സംഭവം. മനസ്സിലായോ? ഐ ആം വാക്കിംഗ് ആണ്, ഐ വാക്കിംഗ് അല്ല. നമ്മളങ്ങോട്ട് ആണ്ട് എഴുതും അങ്ങോട്ട് എന്തിയിലേക്ക്, അതാണ് എഴുതിയിട്ട് കാര്യമില്ല. ഐ റണ്ണിങ് പറയാൻ പറ്റില്ല, ഐ ആം റണ്ണിങ്. അതുപോലെ ഹീ ഈസ് വാക്കിംഗ് എന്നാണ് പറയുക. കിട്ടിയോ? ഹീ ഈസ് വാക്കിംഗ്, ഷീ ഈസ് റണ്ണിങ്, ഷീ ഈസ് റണ്ണിങ്, ഷീ ഈസ് റണ്ണിങ്. കണ്ടില്ലേ? ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഓർമ്മയിൽ വേണം. എന്ത്? ഐ എൻ ജി ഫോം ഉണ്ട് എങ്കിൽ, ഐ എൻ ജി ഫോം വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മുൻപ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഐ എൻ ജി ഫോം വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ത് ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്സിലറി വേർബ് ചേർക്കണം. എന്താ ചേർക്കേണ്ടത്? ഓക്സിലറി വേർബ് എന്ത് ചെയ്യുക? ചേർക്കുക എന്നെന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. മനസ്സിലായല്ലോ? സംഭവങ്ങളൊന്നും കിട്ടാത്തതില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തത്? പറഞ്ഞു തന്നത്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം. പക്ഷെ അതിൽ ചിലതൊക്കെ നമുക്കറിയാതെ കുറേ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പോസിഷനാണ്. പ്രീപൊസിഷൻ എന്നാണ് അതിനെന്ത് ചെയ്യുക? പറയുക. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പിന്നെയും പറഞ്ഞു തരുന്നത്. ഓർമ്മ ഉണ്ടാവണം. സംശയമുള്ളവർ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്തതാണ് പ്രീപൊസിഷൻ. പ്രീപൊസിഷൻ എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത് അതിൽ ഒന്നാമത്തേതാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന്. ഇന്നിൻ്റെ അർത്ഥം ഉള്ളിൽ എന്നാണ്. ഇന്നിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളിൽ. ഇന്ന് എവിടേക്കാണ് ഉപയോഗിക്കുക? ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇൻ 1984, ഇൻ 2017. മനസ്സിലായല്ലോ? സീസണുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇൻ വിൻ്റർ, ഇൻ ഓട്ടം. വിൻ്റർ സീസൺ ഇതറിയോ? തണുപ്പ് കാലം. ഓട്ടം എന്ന് പറഞ്ഞാൽ
ഇല പൊഴിയും കാലം, ഇലകളൊക്കെ പൊഴിയുന്ന കാലം. അതുപോലെ ഇൻ സമ്മർ, സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. അതേപോലെ പിന്നെ വിൻ്റർ, ഓട്ടം, സ്പ്രിങ് വസന്തകാലം, പൂക്കളൊക്കെ ഉണ്ടാകുന്ന കാലം. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന്, അതുപോലെ തന്നെ രാജ്യങ്ങളുടെ മുമ്പ് എന്താ ഉപയോഗിക്കുക, ഇന്നാണ് ഉപയോഗിക്കുക, രാജ്യങ്ങളുടെ മുമ്പ്. അപ്പോൾ ഇൻ ഇന്ത്യ. അതുപോലെ വലിയ മറ്റ് സിറ്റീസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ മുംബൈ, അതുപോലെ ഇൻ പാരീസ്, ഇൻ പാരീസ്. ദെൻ അടുത്തതാണ് ഓൺ എന്ന് പറയുന്നത്. ഓണിൻ്റെ അർത്ഥം മുകളിൽ. ഓണിൻ്റെ അർത്ഥം എന്താണ്, മുകളിൽ. ഓണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡേയ്സിന് മുമ്പ്, ഓൺ 27th, ഓൺ 27th. അതുപോലെ ഓൺ മൺഡേ, ഓൺ മൺഡേ. ഇങ്ങനെ ഡേറ്റുകൾക്ക് മുമ്പ് എന്താ ഉപയോഗിക്കുക, ഓണാണ്. ദെൻ അറ്റാണ്. അറ്റ് എന്ന് പറഞ്ഞാൽ സമയത്തിന് മുമ്പ്. അറ്റിൻ്റെ മീനിങ് ഇതാണ്, ന് എന്നൊക്കെ പറയാം. അറ്റ് 10:30 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റ് 10 o'clock എന്ന് പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക, അറ്റിൻ്റെ മീനിങ് എന്താണ്, 10 മണിക്ക് എന്ന് പറയില്ലേ, ആ ആണ് എന്ത് വിളിക്കുന്നത്, അറ്റ്. അടുത്തത് അറ്റിൻ്റെ പ്രത്യേകത പിന്നെ എക്സാക്റ്റ് പ്ലേസ്. എക്സാക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ഥലം പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക, അറ്റ ഉപയോഗിക്കുക. എക്സാക്റ്റ് പ്ലേസ്, കൃത്യമായ സ്ഥലം പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക, അറ്റാണ് ഉപയോഗിക്കുക. എക്സാക്റ്റ് പ്ലേസ് പറഞ്ഞാൽ മനസ്സിലായോ, കൃത്യമായ സ്ഥലം പറയുമ്പോൾ അതിനാണ് എന്ത് വിളിക്കുക, അറ്റ് ഉപയോഗിക്കുക. അപ്പോൾ പറയുകയാണെങ്കിൽ അറ്റ് ഹോം, അറ്റ് ഹോം. കിട്ടിയ, അറ്റ് ഹോം. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കൃത്യമായ സ്ഥലം പറയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ സിറ്റീസ് ഉണ്ടാവില്ലേ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ, അറ്റ് ഹോം, അറ്റ് റൂം എന്നൊക്കെ പറയും. പിന്നെ അടുത്തത് ഇത് അറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചെറിയ സ്മോൾ ടൗണുകൾ ഉണ്ടാവില്ലേ, സ്മോൾ ടൗൺ, ചെറിയ ടൗണുകൾ, അതിനൊക്കെ എന്താ ഉപയോഗിക്കുക, അറ്റ് ഉപയോഗിക്കുക. ഐ ആം അറ്റ് പെരിന്തൽമണ്ണ, ഐ ആം അറ്റ് പെരിന്തൽമണ്ണ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ, ചെറിയ ടൗണുകൾ പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക, ഐ ആം അറ്റ് തായക്കോട്, ഐ ആം അറ്റ് പെരിന്തൽമണ്ണ എന്ന് പറയാം. അപ്പോൾ അറ്റിന് ചെറിയ ടൗണുകളുടെ മുൻപും കൃത്യമായ സ്ഥലങ്ങളുടെ മുമ്പും എന്താണ് ഉപയോഗിക്കുക എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക, ഓണാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ദെൻ അടുത്തതാണ്, അപ്പോൾ ഇതൊക്കെ ഇന്ന്, ഓണ്, അറ്റ്. അടുത്തതാണ് ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നർത്ഥം, എൻ്റെ അല്ലെങ്കിൽ ഉടേ. ഓഫ് ദ ഫാദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാദറിൻ്റെ. കിട്ടിയോ, ഹീസ് ദ ഫാദർ ഓഫ്, ദ ഫാദർ ഓഫ് സലീം എന്ന് പറഞ്ഞാൽ എന്താണ്, സലീമിൻ്റെ ഫാദർ. കിട്ടിയ, അതാണ് ഓഫ് എന്ന് പറയുന്നത്. ഓഫ് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള അർത്ഥം. ഈ ഓഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലീസ്, ലൈറ്റ് ഓഫ്. ലൈറ്റ് എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യാനത് അവസാനിപ്പിക്കുക. ഇപ്പോൾ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദൂരേക്ക് എന്ത് ചെയ്യുക, ഓടിപ്പോകുന്നതിനാണ് എന്ത് വിളിക്കുക, റൺ ഓഫ്. സ്വിച്ച് ഓഫ്, പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. നിങ്ങൾ മൊബൈൽ എന്ത് ചെയ്യൂ, സ്വിച്ച് ഓഫ് ചെയ്യൂ, സ്വിച്ച് ഓഫ്. കേട്ടില്ലേ, ഇതാണ് ഓഫ്. എല്ലാം അവസാനിപ്പിക്കുന്നതിനാണ് എന്ത് ചെയ്യുക, ഓഫ് എന്നെന്ത് ചെയ്യുക, പറയുക, അവസാനിപ്പിക്കുക. ലൈറ്റ്സ് ഓഫ്, സ്വിച്ച് ഓഫ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്തതാണ് ബൈ. ബൈൻ്റെ മീനിങ് കൊണ്ട്, കോമ, ആൽ എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈ ഹിം എന്ന് പറഞ്ഞാൽ അവനാൽ. ബൈ ഹിം എന്ന് പറഞ്ഞാൽ അവനാൽ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാഹനങ്ങളുടെ മുമ്പ് ശ്രദ്ധിക്കണം, വെഹിക്കിൾസ് എന്ന് പറയും. അല്ലെങ്കിൽ വാഹനങ്ങളുടെ മുമ്പ് എന്താ ഉപയോഗിക്കുക, ബൈ. ബൈ ബസ്, ബൈ കാർ, ബൈ മോട്ടോർ ബൈക്ക്. മനസ്സിലായോ, ബൈ ബൈക്ക്. അങ്ങനെ വാഹനങ്ങളുടെ മുമ്പ് എന്താ ഉപയോഗിക്കുക, ബൈ ആണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ അത് ഓർമ്മ വേണം. ദെൻ അടുത്തത് നോക്കാം, ഇതൊന്നും വായിക്കട്ടെ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മക്കളെ, നിങ്ങൾക്കിപ്പോൾ എന്താ ചായയും ഇതും സ്നാക്സൊക്കെ തിന്നിട്ടൊക്കെ അത് കേൾക്കുന്നുണ്ടാവുക അല്ലേ, നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ടാവും. പടച്ചോനെ അറിയാം, ചിലപ്പോൾ ആകെ മടുത്തൊരു ഭാഗത്ത് ആയിട്ടുണ്ടാവും. എന്തായാലും നോക്കാം, ബൈ ആണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. ദെൻ അടുത്തതാണ് ഫോർ. ഫോർ, ഫോർ എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ടി. ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നിനക്ക് വേണ്ടി.
അപ്പോൾ മനസ്സിലായോ? ഫോറിൻ്റെ അർത്ഥം കിട്ടിയില്ലേ? പിന്നെ ഫോർ 2 years എന്ന് പറഞ്ഞാൽ 2 വർഷം. ഈ 4 വരുമ്പോൾ 4 2 years വരുമ്പോൾ ശ്രദ്ധിക്കണം, അത് പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതുക. 4ന് ശേഷം ഇങ്ങനെ വരുമ്പോൾ 4ന് ശേഷം കൃത്യമായ സമയം പറയുമ്പോൾ, മലയാളത്തിൽ അങ്ങനെ തന്നെ എഴുതിച്ചാൽ മതി. 4ന് ശേഷം കൃത്യമായ സമയം പറയുമ്പോൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പെർഫെക്റ്റ് ടെൻസാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഐ ഹാവ് സ്റ്റേയ്ഡ്, ഞാൻ താമസിക്കുന്നു, ഹിയർ, ഇവിടെ, ഫോർ 2 years, എത്ര? 2 വർഷമായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. ഇപ്പോൾ സംഭവം മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്താണ്? 4ന് ശേഷം കൃത്യമായ സമയം പറയുന്നുണ്ട് എങ്കിൽ എന്താണ് ഉപയോഗിക്കുക? ഈ പറയപ്പെട്ട 4 ആണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. 4ൻ്റെ അർത്ഥം കിട്ടിയില്ലേ? വേണ്ടി. അടുത്തതാണ് സിൻസ്. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. സിൻസിൻ്റെ മീനിങ് എന്താണ്? മുതൽ എന്നാണ്. സിൻസ് എപ്പോഴും ഉപയോഗിക്കുക ഇതേമാതിരി തന്നെ പെർഫെക്റ്റ് ടെൻസിലാണ് സിൻസ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. പെർഫെക്റ്റ് ടെൻസിലാണ് സിൻസ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പോൾ എക്സാമ്പിൾ, ഐ ഹാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഐ ഹാവ് സ്റ്റേയ്ഡ് ഹിയർ, ഞാനിവിടെ താമസിക്കുന്നു, ഹിയർ, സിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? 2002 സിൻസ് എന്താണ്? മുതൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നുണ്ട്. അപ്പോൾ സിൻസ് കഴിഞ്ഞു. സിൻസ് ഇവിടെ 2002 ഉണ്ട് കേട്ടോ. ദെൻ സിൻസ്, പിന്നെ അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ സിൻസിന് ശേഷം 4 കഴിഞ്ഞു. അടുത്തതാണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നടുവിൽ അല്ലെങ്കിൽ ഇടയിൽ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ഇരിക്കുന്നത് എന്താണ്? ഹീ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ അരുൺ ആൻഡ് അതുൽ. അരുണിൻ്റെയും അതുലിൻ്റെയും ഇടയിലാണ് അവൻ ഇരിക്കുന്നത്. മനസ്സിലായോ? അരുണിൻ്റെയും അതുലിൻ്റെയും ബിറ്റ്വീൻ എന്ന് പറയുന്ന അർത്ഥം നടുവിൽ അല്ലെങ്കിൽ ഇടയിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ആളുകൾ ഉള്ളപ്പോഴാണ് എന്തുപയോഗിക്കുക? ബിറ്റ്വീൻ ഉപയോഗിക്കുക. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ബിറ്റ്വീൻ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ദെൻ ബിറ്റ്വീൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് എന്താണ് പറയുക? ബിറ്റ്വീൻ കഴിഞ്ഞാൽ പിന്നെ യമങ്. ഓക്കെ, യമങ് എന്ന് പറഞ്ഞാൽ ഒരു നടുവിൽ കോമ ഇടയിൽ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം, യമങ്ങിൻ്റെ അർത്ഥം. പക്ഷേ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹീസ് സിറ്റിംഗ് യമങ് അസ്, അവൻ ഞങ്ങളുടെ ഇടയിലാണ് എന്ത് ചെയ്യണത്? ഇരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എത്ര ആളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ എന്താ ഉപയോഗിക്കുക? എമങ് ആണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ഉപയോഗിക്കുക? ബിറ്റ്വീൻ. അപ്പോൾ ബിറ്റ്വീനായി, എമങ്ങായി. ദെൻ അടുത്തതാണ് ത്രൂ. അടുത്ത വാചകമാണ് ത്രൂ. ത്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലൂടെ. ത്രൂവിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ. അപ്പോൾ ത്രൂ ദ ഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ. ത്രൂ ദ ഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോറിലൂടെ. ത്രൂ ദ ഗ്ലാസ് എന്ന് പറഞ്ഞാലോ? ഗ്ലാസ്സിലൂടെ. ത്രൂ ദ വിൻഡോ എന്ന് പറഞ്ഞാലോ? ജനാലയിലൂടെ. ത്രൂ ദ റോഡ് എന്ന് പറഞ്ഞാൽ റോഡിലൂടെ. ത്രൂ ദ റിവർ എന്ന് പറഞ്ഞാലോ? പുഴയിലൂടെ. മനസ്സിലായല്ലോ? ഇതാണ് ത്രൂ എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓർമ്മിച്ചു വെക്കണം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആൻഡ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അടുത്തതാണ് ഓർ. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്നുള്ള അർത്ഥമൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ഓർ ആനിമൽ, ഒന്നല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം എന്നുള്ള രൂപത്തിൽ. അതാണ് ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ. ഇതിൻ്റെ വേറൊന്നാണ് ഈദർ
ഓർ. ഇതെങ്ങനെ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈദർ അബു ഓർ സുരേഷ്. ഒന്നുകിൽ അബു അല്ലെങ്കിൽ സുരേഷ്. കിട്ടിയോ? ഒന്നുകിൽ അബു അല്ലെങ്കിൽ സുരേഷ്. അതാണ് ഈദർ ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ. അടുത്തതാണ് നീദർ നോർ. നീദർ നോർ. നീദർ അബു നോർ രമേശ്. രമേശും ജയിച്ചില്ല, അബുവും ജയിച്ചില്ല. ഇപ്പം നമ്മൾ പറയലില്ലേ ചിലതിൽ രണ്ടാളും തോറ്റു എന്ന് പറയില്ല, അതേമാതിരി. അപ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? നീദർ നോർ. അതുമല്ല ഇതുമല്ല, അവനക്കും പറ്റിയില്ല ഇവനക്കും പറ്റിയില്ല, അതിനാണ് എന്ത് ഉപയോഗിക്കുക? നീദർ നോർ. അപ്പോൾ ഈദർ ഓറായി, നീദർ നോറായി. അടുത്തതാണ് ബോത്ത്. ബോത്ത് ആൻഡ്. ബോത്ത് യു ആൻഡ് മീ എന്ന് പറഞ്ഞാൽ ഞാനും നീയും. ബോത്ത് സച്ചിൻ ആൻഡ് കോഹ്ലി. സച്ചിനും കോഹ്ലിയും. മനസ്സിലായോ? ബോത്ത് ദ്രാവിഡ് ആൻഡ് കോഹ്ലി. ദ്രാവിഡും കോഹ്ലിയും. ബോത്ത് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. മമ്മൂട്ടിയും മോഹൻലാലും. അതാണ് ബോത്ത് ആൻഡ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ബോത്ത് ആൻഡ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓൾസോ. ഓൾസോ എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടി എന്നാണ് പറയുന്നത്. ഐ ഓൾസോ ദേർ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്താ ഓൾസോ പറഞ്ഞാൽ കൂടി എന്നുള്ള അർത്ഥം. ഞാനും കൂടി എന്ന് പറയില്ലേ, അതിനാണ് എന്ത് വിളിക്കുക? ഓൾസോ. ഓൺലി എന്ന് പറഞ്ഞാൽ മാത്രം. ഓൺലി എന്താ? മാത്രം. സ്റ്റുഡൻസ് ഓൺലി എന്താ? കുട്ടികൾ മാത്രം. ലേഡീസ് ഓൺലി പറഞ്ഞാലോ പെൺകുട്ടികൾ മാത്രം. പിന്നെ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. നൗ, ഇപ്പോൾ. ഓക്കെ. അടുത്ത വാക്കാണ് ഇവൻച്വലി. ഇവൻച്വലി എന്ന് പറഞ്ഞാൽ അവസാനം. ഇവൻച്വലിൻ്റെ മീനിങ് എന്താണ്? അവസാനം. ചില വാക്കുകൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അതിനാണ് ഞാനിത് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ 5ാം ക്ലാസ് അല്ലേ, ഞങ്ങൾ 7ാം ക്ലാസ് അല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ അതല്ലേ ഇതല്ലേ, അതൊന്നുമില്ല. എത്ര വലിയ ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്കിതിൽ അറിഞ്ഞിരിക്കണം. ബേസിക്കായ കാര്യങ്ങളാണ് പറയുന്നത്. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. ദർ എന്ന് പറഞ്ഞാൽ അവിടെ. ദെൻ എന്ന് പറഞ്ഞാൽ പിന്നീട്. ദെന്നിൻ്റെ മീനിങ് എന്താണ്? പിന്നീട്. ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും. ദാൻ, അതിനേക്കാളും. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ പിന്നീട്, ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും. ഓക്കെ. ദെൻ അടുത്തത് നോക്കാം. ദെൻ അടുത്തത് ഇപ്പോൾ ദെന്ന്, ദാന്, പിന്നെ ദൗ. THOUGH. ദൗ എന്ന് പറഞ്ഞാൽ എങ്കിലും. ഓൾ ദൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിലും. ഓൾ ദൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിലും. അടുത്ത വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമുണ്ട്, കൊണ്ട് എന്നുള്ള അർത്ഥമുണ്ട്. ഐ ആം വിത്ത് യു. വിത്ത് യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ കൂടെ ഞാനുണ്ട്. ഉപകരണങ്ങൾ പറയുമ്പോൾ, ആയുധങ്ങൾ പറയുമ്പോൾ വിത്ത ഉപയോഗിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. ആയുധങ്ങൾ പറയുമ്പോൾ, ഉപകരണങ്ങൾ പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? വിത്ത്. അപ്പോൾ വിത്ത് നൈഫ്. വിത്ത് നൈഫ്, കത്തിക്കൊണ്ട് എന്ന് പറയുന്നത്. അതാണ് വിത്ത് എന്ന് പറയുന്നത്. വിത്ത് യു, വിത്ത് നൈഫ് എന്നൊക്കെ പറയുന്നത്. ഇത് ഓർമ്മിച്ച് വെക്കുക. ഉപകരണങ്ങളും ആയുധങ്ങളും പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? വിത്താണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അടുത്തതാണ് ഇൻറ്റു. ഇൻറ്റു എന്നുള്ള അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എന്നാണ് അർത്ഥം. ചലിക്കുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ഉപയോഗിക്കുക? ഇൻറ്റു. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു ജഗ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പാരൂലേ, അപ്പോഴേക്കും നമ്മൾ എന്താ പറയുക? ഇൻറ്റു എന്നാണ് പറയുക. ഷീ കെയിം, അവൾ വന്നു. എവിടെയൊക്കെ വന്നേ? ഇൻറ്റു ദ റൂം.
മനസ്സിലായോ? അതാണ് ഇൻറ്റു എന്ന് പറയുന്നത്. ഇൻറ്റു എന്ന് പറയുന്നത് അർത്ഥം അപ്പോൾ ഉള്ളിലേക്ക്. ഇൻറ്റുവിൻ്റെ മീനിങ് കിട്ടിയോ? ഉള്ളിലേക്ക്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ഇൻറ്റു എന്ന് പറയുന്നത്. ചലിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ഉപയോഗിക്കുക? ഇൻറ്റു ഉപയോഗിക്കുക. അപ്പോൾ അത് ഓർമ്മ വേണം. അടുത്തതാണ് സെവ്. സെവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട്. സെവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട്. അത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. സെവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. അടുത്തത് സെവ്. പിന്നെ ടിൽ. ടിൽ എന്ന് പറഞ്ഞാൽ വരെ. ടിലിൻ്റെ മീനിങ് എന്താണ്? വരെ. അൺടിൽ. അൺടിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെയും. ഇതുവരെയും. യെറ്റ് എന്ന് പറഞ്ഞാലും എന്തുതന്നെയാണ്? ഇതുവരെയും. അതുപോലെ തന്നെ എന്നിട്ടും. യെറ്റിൻ്റെ വേറൊരു മീനിങ് ആണ് എന്ത്? എന്നിട്ടും. യെറ്റ്, എന്നിട്ടും എന്നുള്ളൊരു അർത്ഥം കൂടി യെറ്റിനുണ്ട്. പിന്നെ അടുത്ത വാചകം കറക്റ്റായിട്ട് ഞാൻ വീണ്ടും ഞങ്ങളോട് പറയണു, നിങ്ങളെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ ഇതറിഞ്ഞിരിക്കണം ആദ്യം. ഇതറിയാതെ നിങ്ങൾ എന്ത് തല കൊത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഇത് ഞാനിപ്പോൾ ഇത് ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ദിവസവും ചോദിച്ച് അടിയും കൊടുത്തിട്ടാണ് പഠിപ്പിക്കൽ. അപ്പോൾ അതൊന്നും ഉള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഓവിങ് ടു. ഓവിങ് ടു എന്ന് പറഞ്ഞാൽ ഇത് മൂലം. മഴ മൂലം കളി നിർത്തിവെച്ചു. ഓവിങ് ടു ദ റെയിൻ. ഓവിങ് ടു ദ റെയിൻ, മഴ കാരണം. കിട്ടിയോ? കളി നിർത്തിവെച്ചു. ഓവിങ് ടു. അടുത്തത് ഇൻ സ്പൈറ്റ് ഓഫ്. അർത്ഥം ആയാലും. ഇൻ സ്പൈറ്റ് ഓഫ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ആയാലും, അപ്രകാരം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഇൻ സ്പൈറ്റ് ഓഫ്, ഓവിങ് ടു. പിന്നെ അതേപോലെ തന്നെയാണ് ഇൻ ഓർഡർ ടു. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ വേണ്ടി. ഇൻ ഓർഡർ ടു എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ഫോർ. ഇൻ ഓർഡർ ടു എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ഫോർ എന്നാണ് എന്ത് ചെയ്യുന്ന അർത്ഥം. ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയാലും. ഓവിങ് ടു എന്ന് പറഞ്ഞാൽ ഇത് മൂലം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇൻ ഓർഡർ ടു, വേണ്ടി എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതിനർത്ഥം വരുന്നത് ഇൻ ഓർഡർ ടു. അതേപോലെ തന്നെ വേറെയും വാക്കുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇത് മനസ്സിലാവുക. അതേപോലെ തന്നെയാണ് അടുത്തതാണ് സംതിങ്, എന്തെങ്കിലും. സം വൺ, ആരെങ്കിലും. എനി വൺ, ഈ കൂടത്തുനിന്ന് ആരെങ്കിലും ഒരാൾ. ഓക്കെ, അങ്ങനെയാണ് ഒക്കെ അർത്ഥം വരുന്നത്. അതേപോലെ തന്നെയാണ് നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. നൺ, ആരുമില്ല. കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. സം വൺ, ആരെങ്കിലും. എനി വൺ, അല്ലേ? ആരെങ്കിലും ഒരാൾ. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നൺ എന്ന് പറഞ്ഞാലോ ആരുമില്ല. അടുത്തതാണ് എവരി. എവരി പറഞ്ഞാൽ എന്താണ്? എല്ലാവരും. എവരി വൺ. എവരി പറഞ്ഞാൽ എല്ലാം എന്നാണ് അർത്ഥം. എവരിൻ്റെ മീനിങ് എന്താണ്? എല്ലാം. എവരി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിൽ പറയുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്തത് അപ്പ്. അപ്പ് എന്താണ്? അപ്പ്, മുകളിൽ. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴെ. അതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വെക്കണം. പിന്നെ അടുത്തതാണ് ബിസൈഡ്. ബിസൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ. ഓക്കെ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരികിൽ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂടാതെ. ബിസൈഡ്സിൻ്റെ മീനിങ് എന്താണ്? കൂടാതെ. ഐ ഹാവ് എ കാർ ബിസൈഡ്സ് എ ബൈക്ക്. ഒരു കാറ്, എനിക്കൊരു കാറുണ്ട്. ഏതിന് പുറമേ? ബസ്സിന് പുറമേ എനിക്ക് എന്തും കൂടിയുണ്ട്? ഒരു കാറ് കൂടിയുണ്ട്. അതാണ് ബിസൈഡ്സ് എന്നെന്ത് ചെയ്യണത്? വിളിക്കുന്നത്. അപ്പോൾ ചില വാക്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ കൂടി കളിക്കുന്ന വാക്കുകളായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒന്നും എന്ത് അറിയില്ല, വാക്കിൻ്റെ ഒന്നും അർത്ഥം നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. അർത്ഥം അറിഞ്ഞാലേ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തെ ഇംഗ്ലീഷിലേക്കാക്കി മാറ്റുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, മലയാളത്തെ എന്താക്കുക? ഇംഗ്ലീഷിലാക്കി മാറ്റുക. ദെൻ നമ്മളിപ്പോൾ എവിടെ പറഞ്ഞു നിർത്തി? അടുത്താണ് വുഡ് റാദർ. വുഡ് റാദർ എന്നുള്ളതിൻ്റെ മീനിങ് ഇഷ്ടപ്പെടുക. വുഡ് റാദർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്?
ഇഷ്ടപ്പെടുക. ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എവിടെ നമുക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, ഞങ്ങൾക്കിത് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കേണ്ടത് പഠിച്ചു പറയണം. അപ്പോൾ മലയാളം പറയാം, ആ മലയാളത്തെ എന്താക്കണം പറയണം, ഇംഗ്ലീഷ് ആക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽപ്പെട്ട വേറെ ഒന്നാണ് എബോവ്. എബോവ് എന്ന് പറഞ്ഞാൽ മീതെ എന്നാണ് അർത്ഥം, മുകളിൽ എന്നാണ് അർത്ഥം. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ. മെനി എന്ന് പറഞ്ഞാൽ പല. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, മെനി പറഞ്ഞാൽ എന്താണ്, മെനി ടൈം. മെനി പറഞ്ഞാൽ പല പല പല. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ. ആസ് വെൽ ആസ് പറഞ്ഞാൽ അതും ഇതും, അവനും ഇവനും. ഹി ആസ് വെൽ ആസ് ഷീ, അവനും അവളും. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. വൺസ് എന്താണ്, ഒരിക്കൽ. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. എഗോ എന്ന് പറഞ്ഞാൽ മുൻപ്. ഈവൻ എന്ന് പറഞ്ഞാൽ പോലും. വൺസ് പറഞ്ഞാൽ ഒരിക്കൽ, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും, എഗോ എന്ന് പറഞ്ഞാൽ മുൻപ്. എഗോ എന്ന് പറഞ്ഞാൽ മുൻപ്. ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോലും. എഴുതി കണ്ട നേരെ എന്നാലേ ഇത് കിട്ടുള്ളൂ. ദെൻ അടുത്തതോ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച്. അപ്പോൾ ഇത് ലിറ്റിൽ പറഞ്ഞാൽ നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മളിപ്പോൾ വിചാരിച്ചത് കുറേ ആൾക്കാരുണ്ട് എന്നാണ്, പക്ഷേ കുറച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ വിചാരിച്ചോ. കുറേ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ലിറ്റിൽ സ്റ്റുഡൻസ് ആർ ദർ. എന്താണ്, ഒരുപാട് കുട്ടികളുണ്ട്. കുറച്ച് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ലിറ്റിൽ സ്റ്റുഡൻസ്. കിട്ടിയ അതേമാതിരി തന്നെ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, കുറച്ച്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് തന്നെയാണ്, പക്ഷേ എ ഫ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ദർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് സമാധാനമുണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ ക്ലാസ് കേൾക്കാനുണ്ട്. ഇതിലോ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവാണ്, വളരെ കുറവായിട്ടാണ് എന്ത് ചെയ്യുക പറയുക. ദെൻ എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എതിരെ. ഓക്കെ, എഗെയിൻസ്റ്റ് എന്നതാണ് എതിരെ. ഓൾവേസ് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. ഓൾവേസ് എല്ലായ്പ്പോഴും. ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പലപ്പോഴും. ഐ ഓഫൺ ടോൾഡ് യു, ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേട്ടില്ല നിങ്ങൾ, അതാണ് പലപ്പോഴും എന്ന് പറയുന്നത്. ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോ. ഈച്ച് പീസ് ഓഫ് കേക്ക് എന്താ, ഓരോ കേക്ക് പീസും. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയം. വൈലിൻ്റെ മീനിങ് എന്താണ്, അപ്പോൾ ആ സമയം. വിൽസ് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം മീനിങ് ആണ് കേട്ടോ, സെയിം മീനിങ് ആണ്. അപ്പോൾ ആ സമയം, വൈൽ ആ സമയം. വിത്തിൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഇതിനുള്ളിൽ. വിത്തിൻ 2 days 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്നാണെന്ന് വിളിക്കുക, വിത്തിൻ. വിതൗട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ. വിതൗട്ടിൻ്റെ മീനിങ് എന്താണ്, കൂടാതെ. ഓർമ്മിച്ചോ, വിതൗട്ട് എന്താണ്, കൂടാതെ. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശേഷം. ആഫ്റ്റർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്, ശേഷം. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. എബൌട്ട് ദ പൊയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊയിറ്റിനെ കുറിച്ച്. കിട്ടിയ അതേസമയം ഇപ്പോൾ നിനക്ക് എത്ര വയസ്സായി, ഐ ആം എബൌട്ട് 25. ഐ ആം എബൌട്ട് 25. എന്നെ കണ്ടാൽ എത്രയാണ്, ഒരു എബൌട്ട് 25. ഏകദേശം എത്ര വയസ്സുണ്ട്, ഒരു 25 വയസ്സുണ്ട്. സംഭവം മനസ്സിലായോ? അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംഗ്ലീഷിലെ ഈ ഭാഗങ്ങൾ പറയുന്നത്. ഇത് ബേസിക്കാണ്. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംഗ്ലീഷ് നല്ല സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വേണം. ഇനി ഞാൻ ഒരു മലയാളത്തെ ഞാൻ ഇംഗ്ലീഷ് ആക്കണത് എങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, അവൻ എന്താണ് പറയുക, അവൻ നന്നായിട്ട് പാടി. അപ്പോൾ അവൻ എന്നുള്ളതിന് എന്താ പറയുക, ഹി. അപ്പോൾ നിങ്ങളെ പുസ്തകത്തിലുണ്ട്, എഴുതിയിട്ടുണ്ട് ഹി അല്ലേ, പാടി. അപ്പോൾ എന്താണ്, ഹി എന്ത് ചെയ്യുന്നുണ്ട്, സങ്. എന്താ പാടിയത്, സിങ് സങ്. എന്താ പാടിയത്, അവൻ പാടി നന്നായിട്ട്. ഹി സങ് വെൽ. നന്നായിട്ട് അവൻ എന്ത് ചെയ്തു, പാടി. എന്താ പാടിയത്, ഒരു പാട്ട്, എ സോങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് സംഭവം കിട്ടുന്നില്ലേ? അപ്പോൾ ഈ സംഭവം എന്ത് ചെയ്യണം, ഓർമ്മ വേണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവൾ പാടി എന്നുള്ളതിന് ഷീ സങ് എ സോങ്. ഇത് നമുക്ക് കിട്ടണം, എഴുതാൻ കിട്ടണം. അതിന് നല്ലോണം ഇതിങ്ങനെ പഠിച്ച് ശീലിച്ചാലേ ഇത് എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ.
അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ എന്ത് ചെയ്യണം, ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ഏതിൽ പറഞ്ഞത്, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്തിൽ പറഞ്ഞത്, ഈ ഒരു പിന്നെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ അടുത്ത് വരുന്നത് ഫ്രൈസൽ വേർബുകളാണ്. അടുത്തത് വരുന്നത് ഫ്രൈസൽ വേർബുകളാണ്. ഫ്രൈസൽ വേർബ് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് മാറും, അർത്ഥം മാറും. ഫ്രൈസൽ വേർബ് പറഞ്ഞാൽ അതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പാസ് എന്ന് പറയുന്ന വാക്കും എവൈ എന്ന് പറയുന്ന വാക്കും പാടെ കൂടിച്ചേർന്നപ്പോൾ അർത്ഥം മാറി. എന്തായി മാറി, പാസ് എവൈ എന്നർത്ഥം. പാസ് എവൈ എന്ന് പറഞ്ഞാൽ ഡൈ എന്നാണ് അർത്ഥം, മരിക്കുക എന്നാണ് അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കുക. ഫ്രൈസൽ വേർബ്, ഫ്രൈസ് എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ കൂട്ടം, വാക്കുകളുടെ കൂട്ടം. രണ്ട് വാക്കുകൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് മാറുന്നു, അർത്ഥം മാറുന്നു. അതാണ് പാസ് എവൈ. അപ്പോൾ അതെന്തായി മാറി, പാസ് എന്ന് പറയുന്ന വാക്കും എവൈ എന്ന് പറയുന്ന വാക്കും അവിടെ കൂടി ചേർന്നപ്പോൾ അർത്ഥം മാറി. അതേ രൂപത്തിൽ തന്നെ വേറെ ഒന്നാണ് ഗൗ എന്ന് പറയുന്ന വാക്കും ഓൺ എന്ന് പറയുന്ന വാക്കും കൂടെ കൂടി ചേർന്നപ്പോൾ എന്തായിട്ട് മാറി, ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, കണ്ടിന്യൂ, തുടരുക എന്നാണ് എന്ത് ചെയ്യണത്, അർത്ഥം വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് വാക്കുകളുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോൾ യൂസ്ഡ് ടു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യൂസ്ഡ് ടു, യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നല്ല അർത്ഥം വരുന്നത്, പതിവായി എന്നാണ് അർത്ഥം വരുന്നത്. അത് ചില വാക്കുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അർത്ഥം എന്ത് ചെയ്യും, മാറുകയാണ് എന്ത് ചെയ്യണത്, ചെയ്യുന്നത്. കിട്ടിയാ? അത് ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോൾ പുട്ട് ഓൺ, ഞാൻ ഇപ്പോൾ വാക്കുകളൊക്കെ ഇവിടെ പറഞ്ഞാൽ തീരൂല. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വിയ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വിയ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം. ഐ വാണ്ട് ടു പുട്ട് ഓൺ മൈ ബ്ലേസർ. എൻ്റെ ബ്ലേസർ എന്ന് പറഞ്ഞാൽ കോട്ട് കണ്ടിട്ടില്ലേ, എനിക്ക് എൻ്റെ കോട്ട് ധരിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വയ എന്നാണ് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ദെൻ ഇനി അടുത്ത സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാം.